നമ്മുടെ ഓരോരുത്തരുടെയും പൂർവികനാണല്ലോ ശ്രീരാമൻ. ആ ശ്രീരാമന് ജയ് വിളിച്ചാൽ ഉടനെ കേരളത്തിന്റെ നമ്മളുടേതെന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് വിയോജിപ്പുള്ളവരും ഉണ്ടാവും. ആർക്കാണ് വിയോജിപ്പുള്ളത് കാണിക്കട്ടെ? ആർക്കാണ് വിയോജിപ്പുള്ളത്? എനിക്ക് വിയോജിപ്പുണ്ട്. പൂർവികരെ പറ്റിയാണ് പറഞ്ഞത്. പൂർവികരെ പറ്റി ധാരണയില്ലാത്തവർക്ക് പൂർവികരെ പറ്റി ധാരണയില്ലാത്തവർക്ക് വിയോജിപ്പുണ്ടാകും. അത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് ഈ നാടിന്റെ പൂർവികരെ പറ്റിയാണ്. നിങ്ങൾ ഈ നാട്ടുകാരനാണെങ്കിൽ നിങ്ങൾ പൂർവികരെ അംഗീകരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ധാരണ ഇല്ലാത്തത്. അങ്ങനെ നിർബന്ധമൊന്നും പിടിക്കല്ലേ. പൂർവികരെ അംഗീകരിച്ചാലേ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ അത് ചുമ്മാ വെറുതെ അതൊന്നും ശരിയല്ലല്ലോ സന്ദീപ്. അല്ല ഞാൻ പറഞ്ഞേ അരുണേ, അല്ല ഞാൻ പറയാ, അതായത് നമുക്ക് നമ്മുടെ പൂർവികന്മാരെ പറ്റി അഭിമാനബോധമില്ലാത്ത ജനങ്ങളും ഉണ്ടാകുമല്ലോ. ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. എല്ലാ കുടുംബങ്ങളിലും എനിക്ക് വളരെ അഭിമാനമുണ്ട് ഗാന്ധിയെ കുറിച്ച്, എനിക്ക് വളരെ അഭിമാനമുണ്ട് നെഹ്റുവിനെ കുറിച്ച്, എനിക്ക് വളരെ അഭിമാനമുണ്ട് ദീൻദയാൽ ഉപാധ്യായെ കുറിച്ചും എനിക്ക് അഭിമാനമുണ്ട്. ആയിക്കോട്ടെ, അതാ ഞാൻ പറഞ്ഞത്. ഒരു കുടുംബത്തിൽ ജനിക്കുന്ന എല്ലാവരും ആ കുടുംബത്തെ പറ്റി അംഗീകരിക്കണമെന്നൊന്നുമില്ലല്ലോ. ആ കുടുംബത്തിൽ തലതെറിച്ചവന്മാരും ഉണ്ടാകുന്ന നാടാണല്ലോ. എന്തൊരാശ്വാസം. അതൊക്കെ ഉണ്ടായിക്കോട്ടെ. ഞാൻ മൂന്ന് പേരുടെ കാര്യമേ പറഞ്ഞുള്ളൂ. ശ്രീരാമൻ ഇതിന് മൂന്നിൽ ആരെയാണ് താങ്കൾ ഉദ്ദേശിച്ചത്? അഭിമാനബോധമില്ലാത്തവരെ പറ്റിയാണ് പറഞ്ഞത്. അപ്പൊ പൂർവികന്മാരെ പറ്റി അഭിമാനബോധമില്ലാത്ത ഇളം തലമുറ ഉണ്ടാകാം. അത് അവരുടെ കുഴപ്പമല്ല. അവർക്ക് ചരിത്രബോധമില്ലാത്തതിന്റെ കുഴപ്പമാണ്. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ടാണ് ഞാൻ വിഡ്രോ ചെയ്ത് തിരിച്ചു വരുന്നു. അപ്പൊ അതുകൊണ്ട്